അവർക്ക് പിഴവുകൾ പറ്റിയിട്ടുണ്ടാകാം. ആ പിഴവുകൾ തിരുത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയം കിട്ടിയിരുന്നു. അവരത് ചെയ്തില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരുണ്ടായിരുന്നല്ലോ ബൂത്തുകളിൽ, അവരത് ചെയ്തില്ല. അപ്പോൾ അവരുടെ പിഴവാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ബീഹാറിൽ ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് SIR-ന് മുൻപ് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്തിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതിനുത്തരം കിട്ടിയിട്ടില്ല. ശ്രീ പത്മനാഭൻ, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തുന്നു. രാഷ്ട്രീയ പാർട്ടികളോട് ആലോചിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മാത്രമാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ ആലോചിക്കുന്നത് എന്ന സംശയം ശക്തവുമാണ്. ഭരണഘടനാ സ്ഥാപനത്തിന്റെ മുമ്പാകെ നിങ്ങൾ ചില പരാതികൾ ബോധിപ്പിക്കുമ്പോൾ, ഒരു കോടതിയിൽ ഒരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോൾ, സുപ്രീം കോടതിയിൽ കൊടുക്കുമ്പോൾ, ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് മുമ്പാകെ കൊടുക്കുമ്പോൾ അതിന് ചില ഫോർമാലിറ്റീസ്, ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. ജനപ്രാതിനിധ്യ നിയമം 1951 ഉണ്ടാക്കിയത് ആര കാലഘട്ടത്തിലാണ്? രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തശ്ശൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമമാണ്. 1960 റൂൾസ് ആരാ ഉണ്ടാക്കിയത്? ഇതേ നെഹ്റുവാണ് ഉണ്ടാക്കിയത്. പിന്നീട് 97-98 കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ അന്നാണ് ഉണ്ടാക്കിയത്. ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളായി വരുന്നവർ ചെയ്യണം. അപ്പൊ അത് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം എന്താണ് പറയാതിരുന്നത്? രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ലേ വിമർശനം ഉണ്ടായത്? നിന്റെ എല്ലില്ലാത്ത നാവിന്റെ ചെലക്കിലിയാ നിർത്തി തരാടി. അത് പറഞ്ഞല്ലോ. ഇല്ലല്ലോ, പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞല്ലോ, അത് എല്ലാരോടും പറഞ്ഞല്ലോ. പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഉത്തരവാദിയല്ല. നമ്മൾ വാർത്താ സമ്മേളനം മുഴുവൻ കണ്ടു. നിങ്ങൾക്ക് സൗകര്യമുള്ളത് മാത്രം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങളില്ല എന്ന് പറഞ്ഞ വേണ്ട, ഞാൻ പറയുന്നത് അംഗീകരിക്കണ്ട, പ്രശ്നം കഴിഞ്ഞില്ലേ? അല്ലല്ല, വാർത്താ സമ്മേളനത്തിൽ ചോദ്യമായിട്ട് തന്നെ വരുന്ന കാര്യങ്ങളല്ലേ? മാർക്കണ്ടേ കടിച്ചു പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ജഡ്ജ് റിട്ടയർഡ് ജഡ്ജ് മാർക്കണ്ടയെ കടിച്ചു. രാഹുൽ ഗാന്ധിന്റെ പേര് മാത്രം എടുത്ത് പറയണമെങ്കിൽ അങ്ങൊരു BJP ആയോ? അങ്ങൊരു BJP ആയോ? പ്രഗത്ഭ അഭിഭാഷകരുടെ ഒരു പട ഹാജരായിട്ട് ഓരോ ആഴ്ചയും വാർത്താ സമ്മേളനത്തിൽ ചോദ്യത്തിന് മറുപടി ഇല്ല എന്നാണ് പറയുന്നത് ശ്രീ പത്മനാഭൻ. അപ്പൊ കോടതിയിൽ പറയുന്നത് എന്നാണോ? കോടതിയിലെ പറയുന്നത് എന്നാണോ? ഞാനും നിങ്ങൾ പറ, വേണ്ട, നിങ്ങൾ പറ, നിങ്ങൾ എന്നെ നിർത്താണ്ട് സംസാരിച്ചു. ഇത് വലിയ പൊല്ലാപ്പായല്ലോ. വെറുതെ ഒന്നുകിൽ എന്നെ സംസാരിക്കാൻ അനുവദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് രണ്ടും കൂടി നടക്കൂല. ഞാനതാ പറയുന്നത്. ഇറ്റ് ഈസ് എ സബ് ജുഡീസ് മാറ്റർ. ദി മാറ്റർ ഈസ് ബിഫോർ ദി കോർട്ട്. The court is examining point by point, sentence by sentence, word by word. അപ്പൊ അതിന് മേലിൽ പിന്നെ പത്രസമ്മേളനം നടത്തണം. അവരൊരു ജനറൽ പിക്ചർ കൊടുത്തു. നിങ്ങൾക്ക് താല്പര്യം, നിങ്ങളുടെ അഭിഭാഷകർക്ക് ഇത് ചോദ്യം ചെയ്തൂടെ? അവിടെ ഓരോ സംഗതിക്കും അഫിഡവിറ്റ് ഫയൽ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, അങ്ങ് അക്ഷമനായിട്ടൊന്നും കാര്യമില്ല. കാരണം വാർത്താ സമ്മേളനത്തിൽ SIR-നെ കുറിച്ച് വാചാലനായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലേ. അപ്പോൾ അത് ചോദ്യം പാടില്ല. മാനാഞ്ചിറ പോയി പറഞ്ഞോ? അല്ല, മാനാഞ്ചിറയിൽ പോയി പറയുന്നില്ല, വേറെ മൈതാനത്ത് പോയി പറയുന്നത് ഇവിടുത്തെ പ്രധാനമന്ത്രിയാണ് ശ്രീ പത്മനാഭൻ. കോടതിയിൽ പോവാൻ സമ്മതമല്ലെങ്കിൽ, കോടതിയിൽ വിശ്വാസമല്ലെങ്കിൽ മാനാഞ്ചിറ പോയി പറഞ്ഞോളി. അത് പറയരുത് ബ്രദറില്ല. ഓട്ടോ ഇടിച്ചിട്ടവന്റെ തലയിൽ സൂപ്പർ ഫാസ്റ്റ് കയറി എന്ന് പറഞ്ഞ പോലെയാണ് എന്റെ അവസ്ഥ. ഞാനെന്താ പറയാ? നല്ല ഐഡിയ ആണിത്, നല്ല ഐഡിയ ആണ്. കോടതിയിൽ നിൽക്കുകയാണ്, ഇതാണ് ഒരു തന്ത്രം. താങ്കളുടെ ഈ പരമപുച്ഛം ഒരു മറുപടിയല്ല ശ്രീ പത്മനാഭൻ. ഇവിടെ ആരും പറഞ്ഞില്ല. ഒരു ഹർജി അങ്ങോട്ട് പോകുമ്പോൾ ആലോചന നടക്കുന്നുണ്ടോ, തീരുമാനം വരുന്നുണ്ടോ എന്ന് കാക്കാതെ വളരെ വേഗം ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ചോ നിങ്ങൾ എന്നുള്ളതാണ്. ശരി, നിങ്ങൾ പുച്ഛം തുടരൂ, ജനം മറുപടി നൽകട്ടെ. വളരെ നന്ദി PDT ആചാരി.